ഫൈബർ കണക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഇരട്ടി പണി എടുക്കേണ്ടി വരും. ചെറിയൊരു ശ്രദ്ധക്കുറവ് കാരണം ആ പണി രണ്ടാമത് കൂടെ എടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. മറ്റൊന്നുമായിരുന്നില്ല, സ്വിച്ച് ബോർഡിന്റെ പുറത്തുകൂടെ ഫൈബർ സ്ലൈസ് ചെയ്തു പോയതായിരുന്നു കാര്യം. അടിച്ചു പിന്നെ ബുദ്ധിമുട്ടിച്ചാണ്, ശരിയാണ്. കാരണം നമ്മൾ വെച്ച ബോക്സിന്റെ പുറത്തൂടെ തന്നെയാണ് മൂപ്പറത് ഇത് പാച്ച് കോഡ് അടിച്ചു കൊടുത്ത് മാറ്റി അടിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ സ്വയം മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വീഡിയോ ആക്കി നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് കരുതി. ചിലർക്കൊക്കെ എങ്ങനെയാണ് വൈഫൈ കണക്ഷൻ എടുക്കുമ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് നമ്മുടെ മോഡത്തേക്ക് കണക്ട് ചെയ്യുന്ന പാച്ച് കോഡ് സ്പ്ലൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അദ്ദേഹം ആദ്യം സ്പ്ലൈസ് ചെയ്തത് കട്ട് ചെയ്ത് മാറ്റി ബോക്സിന്റെ ഹോൾ ചെയ്ത ഭാഗത്തുകൂടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബോക്സിലേക്ക് കണക്ട് ചെയ്ത് രണ്ടാമത് ഒന്നുകൂടെ സ്പ്ലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ എങ്ങനെയാണ് സ്പ്ലൈസ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് വൈഫൈ ടെർമിനൽ ബോക്സിലേക്ക് കേബിൾ കടത്തി കേബിൾ ഹോൾഡർ ടൈറ്റ് ചെയ്ത് നിർത്തിയതിനു ശേഷം കേബിൾ ബെഞ്ചിലേക്ക് സ്ക്രൂ ചെയ്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ മറ്റൊരു ഹോളിൽ കൂടെ പാച്ച് കോഡും കടത്തി നിർത്തേണ്ടതുണ്ട്. ഇതിൽ ഒപ്റ്റിക്കൽ ഫൈബർ റൗണ്ട് ചെയ്താണ് വെക്കാറുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, എവിടെയെങ്കിലും ചെറുതായി മടങ്ങിയാൽ സിഗ്നൽ ലോസ് വരാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് എനിക്ക്. അത് മറ്റൊന്നും കൊണ്ടല്ല, താൻ പഠിച്ച വിദ്യ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ യാതൊരുവിധ മടിയുമില്ലാത്തത് തന്റെ അറിവ് എന്നിലൂടെ പലരിലേക്കും പടർന്നു ചെല്ലണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ്. ചിലർക്ക് അതില്ലാതെ പോകുന്നത് കാണാറുണ്ട്. നമ്മുടെ സിഗ്നൽ വരുന്ന കോറാണ് ബ്ലൂ കളർ, ബ്ലൂ ഉണ്ട്, ഒരു നാച്ചുറൽ കളർ ഉണ്ട്, കാണുന്നുണ്ടോ? ഇതിന്റെ 12 ഉണ്ട്, 24 ഉണ്ട്, 32 ഉണ്ട്. ഇതിപ്പോ ഇത് 3 കോർ ആയിരുന്നേ, ഇത് 2 കോർ ആണ്. 2 കോർ ആയിരുന്നേ. ഇത് കട്ടർ അല്ലേ? ഇത് കട്ടറാണ്. അത് നമ്മൾ ഫൈബർ കട്ട് ചെയ്യുന്ന കട്ടർ കേട്ടോ. കൃത്യമായി കട്ട് ചെയ്താലേ ഫൈബർ ജോയിൻ ചെയ്യാൻ പറ്റൂ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണിത്. 90 ഡിഗ്രി നിർബന്ധമായതുകൊണ്ട് ഇതിൽ തന്നെ കട്ട് ചെയ്യേണ്ടതുണ്ട്. കാഴ്ചക്ക് വളരെ സിമ്പിളായി തോന്നുമെങ്കിലും വളരെ സൂക്ഷ്മതയോടു കൂടിയും സാവധാനത്തോടു കൂടിയും ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാണ്. കാരണം ഈ വർക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു പ്രാവശ്യം സ്ലൈസ് ചെയ്തപ്പോൾ അത് ഞങ്ങൾക്ക് കറക്റ്റായി കിട്ടിയിരുന്നില്ല. അത് മറ്റൊന്നുമായിരുന്നില്ല, ഇതിന്റെ മുകളിലുള്ള സ്ലീവ് കറക്റ്റായി നീക്കം ചെയ്താൽ മാത്രമേ സ്പ്ലൈസിങ് കറക്റ്റായി നടക്കുകയുള്ളൂ. കട്ട് ചെയ്യുന്നതിന്റെ ഓരോ അളവുകളുണ്ട്. കട്ട് ചെയ്യുന്നത് പാച്ച് കോഡ് കട്ട് ചെയ്യുമ്പോൾ 24 കട്ട് ചെയ്യുക. പാച്ച് കോഡിനും കേബിളിനും വ്യത്യസ്തമായ അളവിലാണ് ഫൈബർ കട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇത് കറക്റ്റായി മെഷീനിലേക്ക് കണക്ട് ചെയ്ത് അലൈൻമെന്റ് ചെയ്തതിന് ശേഷമാണ് സ്പ്ലൈസിംഗിലേക്ക് നമ്മൾ പോകുന്നത്. ഇത്തരം റിയൽ സൈറ്റ് വീഡിയോകൾക്കായി എൻ്റെ പേജ് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കരുത്. കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ വർക്കുകൾ ഏതുമാകട്ടെ, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, CCTV ഡാറ്റ കൂടാതെ RCCB ട്രിപ്പിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ കൃത്യതയോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നതായിരിക്കും. ഇത് വെക്കുമ്പോൾ ഒരുപാട് മടങ്ങാനും പാടില്ല, കറക്റ്റ് ആയിട്ടാണ് വെക്കാൻ. മടങ്ങിയാൽ സിഗ്നൽ കുറഞ്ഞു പോകും. പാച്ച് കോഡ് വെന്റാതിരിക്കാൻ, അതായത് വെന്റാതിരിക്കാൻ വേണ്ടിയാണ് റിംഗ് ആക്കി ഇവിടെ വെക്കുന്നത്. വെന്റായി കഴിഞ്ഞാൽ സിഗ്നൽ കറക്റ്റ് വരില്ല. നമ്മളിപ്പോ അടിച്ച് റിംബിയൻസ് ആണ്, അതായത് റിംബിയൻ